ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനഭാഗം 2 ശമൂവേൽ 9 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 9 അധ്യായം 3 വാക്യം. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തായിട്ട് യോനാഥാൻ്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ദാവീദിൻ്റെ ജീവിതത്തിലെ 2 പ്രധാന സംഭവങ്ങളാണ് ഇന്നത്തെ വായനാഭാഗത്ത് കാണുന്നത്. ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ സാധാരണയായി കാണപ്പെടുന്ന 2 കാര്യങ്ങളാണ് നന്മയും തിന്മയും. ഇവയുടെ ഏറ്റക്കുറച്ചിലുകളിൽ വ്യത്യാസമുണ്ടാകാം. ഇവ നമ്മുടെ ജീവിതത്തിൻ്റെ മേന്മയെ തന്നെ വെളിവാക്കുന്ന കാര്യങ്ങളുമാണ്. ദാവീദും തൻ്റെ ജീവിതത്തിൽ ദൈവിക കൃപയും കരുണയും പുലർത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാപത്തിലൂടെയുള്ള വീഴ്ച സംഭവിക്കുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചു പോകുന്ന പാപത്തിൽ അധപ്പതിച്ചു പോകാതെ അതിൽ നിന്നൊരു മോചനം സാധ്യമാകേണ്ടതുണ്ട്. ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്ന ദാവീദ്. ശൗൽ രാജാവിൻ്റെ മകനായ യോനാഥാനുമായി ആഴമായ സുഹൃത്ത് ബന്ധമായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. എന്നാൽ ശൗൽ രാജാവിൻ്റെയും മകൻ്റെയും മരണശേഷം രാജാവായ ദാവീദ് തൻ്റെ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുവാനായി ശ്രമിക്കുന്നു. അതിൻ്റെ ഫലമായി ശൗൽ രാജാവിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ജീവനോടെ ശേഷിക്കുന്നുവോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെ 2 കാലും മുടന്തായിട്ട് യോനാഥാൻ്റെ മകൻ ഉണ്ടെന്ന് അറിയുകയും ചെയ്യുന്നു. ആ മകനോട് ദാവീദ് കരുണ കാണിക്കുന്നു. മെഫിബോശെത്ത് ദുർബലനായ വ്യക്തിയായിരുന്നിട്ടും അവനെ ഉയർത്തുകയും അർഹമായ പദവികൾ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ദാവീദ് യോനാഥാൻ ബന്ധം മെഫിബോശെത്തിന് അനുഗ്രഹമായി തീരുന്നു. ഇത്തരത്തിൽ നാമും മറ്റുള്ളവരോട് ദയ കാണിക്കുകയും നമ്മുടെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, തെറ്റായ ചിന്തകൾ പാപത്തിന് അടിമയാക്കുന്നു. ദൈവകൃപയോടെ ജീവിച്ച ദാവീദിൽ അലസത രൂപപ്പെടുന്നതായി 2 ശമൂവേൽ 11 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ കാണുന്നു. രാജാക്കന്മാർ ഏവരും യുദ്ധത്തിന് പുറപ്പെടുന്ന സമയം ദാവീദ് തൻ്റെ സേനാധിപൻ്റെ കീഴിൽ ചേവകരെ അയച്ചിട്ട് സ്വവസതിയിൽ താമസിക്കുന്നു. ഇത്തരത്തിൽ അലസത നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നു. മാത്രമല്ല, അവിടെ തൻ്റെ കണ്ണിന് ഇമ്പകരമെന്ന് തോന്നിയവ തുടർന്ന് ദാവീദിനെ പാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഊരിയാവിനെ കൊല്ലുകയും ബത്ശേബയെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ചെറിയ അലസത ദാവീദിനെ വലിയ വീഴ്ചയിലേക്ക് നയിക്കുന്നു. ഒരു പാപം നമ്മെ അനേക പാപങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള ദാവീദിൻ്റെ അനുതാപം തെറ്റുകൾ ഏറ്റുപറയുവാനും ദൈവസന്നിധിയിൽ നിന്നും ക്ഷമ ലഭിക്കുവാനുമുള്ള അവസരമാകുകയും ചെയ്യുന്നു. മനഃപൂർവ്വമായി തിന്മകൾ ചെയ്യാതിരിക്കുകയും ചെയ്തു പോയാൽ അത് തുറന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, നാം ദൈവകൃപയിൽ തന്നെയാണോ ഇപ്പോൾ ആയിരിക്കുന്നത്? പാപത്തിലേക്കുള്ള ചെറിയ വാതിലുകളും നമ്മളുടെ ജീവിതത്തിൽ അടച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. തെറ്റു ചെയ്താൽ സത്യസന്ധമായി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. പാപവും ആപത്തും കൂടാതെ ജീവിപ്പാനും വീണുപോയ ഇടത്തു നിന്നും അങ്ങയിലേക്ക് മടങ്ങി വരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.